ഇത്രയും വോട്ടുകൾ കയറിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അനീഷ് ആയിരുന്നു വിന്നർ ആവേണ്ടത്. ഞാൻ വിചാരിച്ചിരുന്നത് എന്റെയും അനീഷിന്റെയും കൈപിടിച്ച് ലാലേട്ടൻ കൊണ്ടുപോകുന്നത് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അനുമോളുടെ കാരണം നമുക്ക് ആ സമയത്ത് അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റില്ല. ആ പുറത്തെന്താ നടക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഈ വിൻ ചെയ്യാൻ അർഹത എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. അത് വോട്ടിംഗ് ഉണ്ട്, അത് ഏതൊക്കെ രീതിയിലാണ് അതിന്റെ ഇത് കിടക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അനീഷിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഭയങ്കര ഗൗരവക്കാരനായ, ഭയങ്കര ദേശക്കാരനൊക്കെ ആയിരുന്ന ആളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടസ്റ്റൻസിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഹൗസ് മേറ്റ്സിനെ തന്നെ. അപ്പം പുറത്തുള്ള ആൾക്കാർ എനിക്ക് തന്നെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന്റെ ആ ഒരു മൊരടൻ സ്വഭാവത്തിൽ നല്ലൊരു മാറ്റം, അത് ആളുടെ സ്ട്രാറ്റജി ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ശരിക്കും വന്നൊരു മാറ്റമായിരിക്കാം. ചിലപ്പോൾ ജീവിതത്തിലും ചിലപ്പോൾ അയാൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരുടെ വർഷം ഇനി ഓപ്പോസിറ്റ് ഇവരുടെ പാരന്റ്സിന്റെ ഒരു വർഷം എന്താണെന്നുള്ളതും എനിക്കറിയില്ല. ഞാൻ ഇതൊന്നും കേട്ടിട്ടും ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ അവരെ കൂടെ കൂട്ടിയതും. പലരും ഹൗസിനകത്തുള്ള സമാനമായ പ്രശ്നം അനുഭവിക്കുന്നവരെ കൂടെ ചേർത്ത് കൂട്ടമായിട്ട് ആക്രമിക്കാൻ വന്നവരെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് വഴി നമുക്കുണ്ടായ ഒരു സ്നേഹം എന്താണ്, അല്ലാതെ അതിന്റെ പുറത്ത് വേറെ ഒന്നുമില്ല. ഷാനവാസിന്റെ ഇമേജ് തകരാനായിട്ടും ഷാനവാസിന്റെ ഗെയിം തകരാനായിട്ടും മുഖ്യ കാരണമായിട്ട് ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടായിരുന്നത് ഒരു പെങ്ങൾ ഫാസം തന്നെയാണ്. ആദില നൂറ എന്ന് പറയുന്ന ഈ രണ്ടുപേരെ ഈ പറയുന്ന ഷാനവാസ് സ്വന്തം പെങ്ങൾമാരെ പോലെയും സ്വന്തം മക്കളെ പോലെയും കരുതിക്കൊണ്ട് ചേർത്ത് നിർത്തിയതാണ്. എന്നാൽ ഈ ഷാനവാസിന് കിട്ടിയതോ ഇവരുടെ കയ്യിൽ നിന്ന് അങ്ങ് അവജ്ഞയും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയുമാണ് ഇവർ ചെയ്തത്. ഈ ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗെയിമർ എന്ന നിലയിൽ ഒരു രണ്ടാം സ്ഥാനത്തേലും വരേണ്ട ഒരാൾ തന്നെയാണ്. അത്രമാത്രം ആ ഒരു ഷോയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ഷാനവാസ്. അനീഷിനോടൊപ്പം നിന്നുകൊണ്ട് ഒരു കോംബോ, അതോടൊപ്പം തന്നെ സാബുമാനോട് കൂടെ നിന്നുകൊണ്ടുള്ള ഒരു കോംബോ, അങ്ങനെ തുടങ്ങി ആ ബിഗ് ബോസ് വീടിന്റെ അകത്ത് എവിടെ ബഹളം ഉണ്ടായാലും അവിടെ ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ഒരു മത്സരാർത്ഥി പോലും ഉപയോഗിക്കാതിരുന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ആ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. ബിഗ് ബോസ് ലാലേട്ടൻ വന്നിട്ട് പോലും ഷാനവാസിനെ ഫയർ ചെയ്ത ദിവസങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഷാനവാസിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അനീഷും ഷാനവാസും അനുമോളും തമ്മിലുള്ള ഒരു കോംബോകള് വലിയ ഹിറ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അനീഷും ഷാനവാസും വിജയിക്കേണ്ടിടത്ത് നിന്ന്, അല്ലെങ്കിൽ അവരാണ് ടോപ്പ് 1, 2 നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് ഈ പറയുന്ന ഷാനവാസിനെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ടുപോയത് ഈ പറയുന്ന ആദില നൂറ എന്ന് പറയുന്നവരുടെ ഒരു കോംബോ തന്നെയാണ്, ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അവര് ഈ പറയുന്ന ഷാനവാസിനെ വലിയ രീതിയിൽ തന്നെ തട്ടിക്കളഞ്ഞു, താഴ്ത്തി. അത് ഈ പറയുന്ന ഷാനവാസിനെ പലപ്പോഴായിട്ടും ഗെയിമിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഷാനവാസ് ഏഷ്യാനെറ്റിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിന്റെ അകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ആദില നൂറയുമായിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ അനീഷിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്തായാലും അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദില നൂറ ഞാൻ ആദ്യം ഞാനൊരു പറഞ്ഞ പോലെ ഗെയിമിന്റെ ഭാഗം ഞാൻ അവിടെ പൊട്ടം കളിക്കാൻ പോകുന്നതല്ല. നന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഗെയിം എന്താണെന്ന് മനസ്സിലായി. ഞാൻ അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരൊക്കെ കുടിച്ചു. ആദ്യം പറയുന്ന ഒരു പെണ്ണൽ പാസ് കളിച്ചതല്ല, അങ്ങനെ പൊസിഷൻ ഉണ്ടാക്കി വർക്കാവുന്ന അറിയായിരുന്നു. ആദ്യം ഈ പറയുന്ന ആദില നൂറയും പുള്ളിക്കാരൻ ഗെയിമിന്റെ ഭാഗമായിട്ട് ചേർത്ത് നിർത്തിയതാന്ന് പറയുന്നു. പിന്നീട് ഇവര് എന്താ പറയാ, ഒരു പെങ്ങളെ പോലെ അല്ലെങ്കിൽ ഒരു മകളെ പോലെ ഇവരെ അത്രമാത്രം ഉൾക്കൊണ്ടുപോയി ഈ പറയുന്ന ഷാനവാസ്. എന്നാൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന ഷാനവാസിന് കിട്ടിയതോ വളരെ മോശം അനുഭവം തന്നെയാണ്. റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് വീടിനുള്ളിൽ എന്താ പറയുന്ന ഗസ്റ്റായിട്ട് വന്നപ്പോൾ അനീഷിനെയും ഷാനവാസിനെയും ടാർഗറ്റ് ചെയ്ത സമയത്ത് ഈ പറയുന്ന ആദില കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ, അവിടെ എന്തൊക്കെയാണ് ചെയ്തത്? അവരെ രണ്ടുപേരെയും ദ്രോഹിക്കാൻ വേണ്ടി എല്ലാവരും പറയുന്നുണ്ട് അനുമോക്കാണ് ദ്രോഹം കിട്ടിയതെന്നൊക്കെ. റീ എൻട്രികളായിട്ട് വന്ന അല്ലെങ്കിൽ അവിടെ ഗസ്റ്റായിട്ട് വന്നവരെല്ലാം ടാർഗറ്റ് ചെയ്തത് ആരെയായിരുന്നു? ഈ അനീഷിനെയും ഷാനവാസിനെയും അല്ലേ? എന്തൊക്കെയായിരുന്നു അവിടെ ഉള്ള പേപ്പർ വേസ്റ്റ്, മറ്റേ ഡസ്റ്റ്ബിന്നിലേക്ക് ഇരുന്ന പിന്നെ ടിഷ്യൂ പേപ്പർ, ഇതെല്ലാം കൊണ്ടുവന്ന് അവർ അവിടെ ഇട്ടില്ലേ? അതെല്ലാം ഇവരെ കൊണ്ട് തൂത്തുവാരിച്ചില്ലേ? അങ്ങനെ തുടങ്ങി മോശമായിട്ട് ഇവരോടല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തത്. അപ്പൊ ഇവർക്ക് സഹതാപ വോട്ട് കിട്ടത്തില്ലേ? എല്ലാവരും പറയുന്നത് ഈ പറയുന്ന അനുമോക്ക് സഹതാപ വോട്ട് കയറി, സഹതാപ വോട്ട് കയറി എന്നൊക്കെയാണ്. ലാസ്റ്റ് ഈ പറയുന്ന റീയൂണിയനായിട്ട് കയറിയ ആൾക്കാർ ചെന്ന സമയത്ത് കുറച്ച് സഹതാപ വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്നില്ല. എന്നാൽ പോലും കൂടുതലും ഈ പറയുന്ന വോട്ട് മറിക്കൽ അല്ലെങ്കിൽ PR-ന്റെ ഒരു കൈകടത്തൽ അവിടെ നടന്നിട്ടുണ്ട് അനുമോൾ വിജയിക്കാനുള്ള ഒരു കാരണം. പിന്നെ ഈ പറയുന്ന ഷാനവാസിനെ പറ്റിപ്പോയത് ഈ പറയുന്ന പെങ്ങൾ പാസം തന്നെയാണ്. അത് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അത് മാത്രവുമല്ല, ഈ പറയുന്ന ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു കോംബോ വമ്പൻ ഹിറ്റായി മാറിയതായിരുന്നു. ഈ ഷാനവാസ് അതിനെ എന്ത് ചെയ്തു, പലപ്പോഴായിട്ട് അനീഷിനെതിരെ അത് മോശം രീതിയിലൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് നമ്മൾ കണ്ടു. ഇല്ലായിരുന്നുവെങ്കിൽ ഇവരുടെ കോംബോ വമ്പൻ ഹിറ്റ് എന്ന് വെച്ചാൽ വമ്പൻ ഹിറ്റായി മാറിയനെ. അതുപോലെ തగ్గടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ്. അതിനനുസരിച്ച് എന്താ പറയാ, ടോമാഞ്ചറി പോലെ നിൽക്കുന്ന ഒരാളാണ് അനീഷ്. ഇവർ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് അത് വേറെ ലെവലാണ്. ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ യൂട്യൂബിൽ അനീഷ് ഷാനവാസ് കോംബോ ഒന്ന് അടിച്ചു നോക്കി, എന്ന രസമാണെന്നറിയാമോ? അത്രയ്ക്ക് തഗ്ഗിലൂടെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെയായിരുന്നു ഒരു രസം, നല്ല വൈബായിരുന്നു.
പക്ഷെ അത് ഷാനവാസ് പലപ്പോഴായിട്ട് അനീഷിനെ മനസ്സിലാക്കാതെ പലപ്പോഴായിട്ട് പിന്നെ എന്താ പറയുക മോശം പറയുകയും അവിടെ ഇവിടെ മാറിയിരുന്ന ഒരു ഫ്രണ്ടിന്റെ കുറ്റം പറയുകയൊക്കെ ചെയ്തതൊക്കെ ഷാനവാസിന് വലിയ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സത്യമാണ്. പിന്നെ ഈ പറയുന്ന ആദിലെ നൂറയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ഈ പറയുന്ന ഷാനവാസിന് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ബാക്കി. അതായത് എനിക്ക് എന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാവുന്നതാണ് അനീഷ്. അവരെ ഞാൻ ഒറ്റ തിരിഞ്ഞ് നേരിടാൻ തീരുമാനിച്ചു. ഇപ്പോഴത്തെ അപ്പുറം ടീമും ഗ്രൂപ്പ് തിരിഞ്ഞാണ് എന്നെ ആക്രമിക്കാവുന്നത്. അപ്പൊ എനിക്കൊരു ഗ്രൂപ്പ് വേണം. ഞാൻ നോക്കുമ്പോൾ എന്നെ പോലെ തന്നെ സമാന പ്രശ്നം അപ്പുറത്തെ ടീമിന്റെ അടുത്തും ഏറ്റുവാങ്ങുന്ന ആദിലെ നൂറെ. ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു, ഒന്നിച്ച് നേരിടാൻ പറഞ്ഞു. ഗെയിമിന്റെ ഭാഗമായിട്ട് കൂടെ കൂട്ടിയത്. പക്ഷെ ഇവർ ഒരുപാട് ഞാൻ അനുഭവിക്കുന്ന സമാന പ്രശ്നങ്ങൾ ഇവരായിട്ട് ഞാൻ ചേർത്ത് പിടിച്ചു. പിന്നെ എനിക്ക് ഇവരോട് പറഞ്ഞ പോലെ തന്നെ ഒരു മക്കളോടുള്ള സ്നേഹം, ഒരു സിസ്റ്റേഴ്സിനോടുള്ള സ്നേഹമൊക്കെ എനിക്ക് ഇവരോട് കയറുന്നു. കാരണം കൂടുതൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും, കൂടുതൽ നേരം നമ്മൾ സംസാരിക്കും, നമ്മളെ ശത്രുവായിട്ട് കാണാതിരിക്കുക, നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും പറയാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവരോട് സ്നേഹം തോന്നും. അത് അവസാനത്തേക്ക് എന്തിന്റെ പുറത്താണെങ്കിലും എനിക്ക് അവരെ മാറ്റി നിർത്താൻ തോന്നിയില്ല, അനീഷിനെ മാറ്റി നിർത്താൻ തോന്നിയില്ല. അതേപോലെ തന്നെ എനിക്ക് ഇവരെ മാറ്റി നിർത്താൻ തോന്നില്ല. ഇവർ മോർണിംഗ് ആക്ടിവിറ്റിയിലും അവിടെ ഇവിടെയും ഒക്കെ എനിക്കെതിരെ സംസാരിക്കുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഷാനവാസ് പറഞ്ഞത് ശരിയാണ്. പല മോർണിംഗ് ആക്ടിവിറ്റിയിലും ഈ പറയുന്ന ഷാനവാസിനെ ആദില വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു അച്ഛന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു സഹോദരന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന ഒരു വ്യക്തിയെ ഈ പറയുന്ന ആദില എന്തൊക്കെയാണ് വിളിച്ചത്, വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമ്മായി എന്ന് വിളിച്ചു, ഷോനവാസ് എന്ന് വിളിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഷാനവാസ് പലപ്പോഴും ഇവരെ ഒന്നും പറയാതെ വിട്ട് കളഞ്ഞിട്ടുണ്ട്, അന്നേരം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഷാനവാസിന് അവരുടെ ഫാൻസിന്റെ ഇടയിൽ തന്നെ ഷാനവാസിന് വല്ലാണ്ട് അതൊരു ദോഷം ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ഈ അനീഷിന്റെ ഒരു കുറ്റവും കണ്ടില്ലെങ്കിലും ഈ പറയുന്ന ഷാനവാസ് എപ്പോഴും അനീഷിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അത് ഈ പറയുന്ന ഷാനവാസിന് ദോഷം ചെയ്ത ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന ആദിലും നൂറയുമാണ് ഒറിജിനലി ഈ പറയുന്ന ഷാനവാസിന് മിസ്റ്റേക്ക് ഉണ്ടാക്കി കൊടുത്തതും ഇമേജിനെ നശിപ്പിച്ചതും ഒക്കെ. അത് ഈ പറയുന്ന ഷാനവാസ് മനസ്സിലാക്കാതെ അവരെന്തോ നല്ല പിള്ളകളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ പറയുന്ന ഇവരോട് കൂടിച്ചേർന്നതാണ് പറ്റിപ്പോയ ഒരു അബദ്ധം. അത് അവരുടെ ബുദ്ധിമോശമെന്ന് ഞാൻ വിചാരിച്ചോളൂ. അവർക്കത് അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അവർ പുറത്ത് അവർക്ക് വരും. അത് അവർ അനുഭവിക്കല്ലാതെ ഇതില്ല. എനിക്ക് അവരോട് ഞാൻ പറയേണ്ട സമയത്ത് ഞാൻ അവരുടെ മുഖത്ത് കുറെ കാര്യം ഞാൻ നിലപാടുകൾ പറഞ്ഞിട്ട് ഗെയിം കളിക്കേണ്ട സമയത്ത് ഞാൻ അവർക്കെതിരെ ഞാൻ ഗെയിം കളിച്ചു. പക്ഷെ അവരോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. ആ സ്നേഹം കൊടുക്കും. അവര് എന്ത് ജീവിതത്തിൽ എന്ത് തീരുമാനത്ത് കുറെ പേര് വിചാരിക്കുന്നതും ഷാനവാസിന്റെ പെൺകുട്ടികൾ അതിലാണ് ലേബലുണ്ട്. അതെ അതെ, എനിക്ക് അതിൽ ആക്ഷേപമില്ല. ഇത് പുറത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, അങ്ങനെ ആയാലും എനിക്ക് സന്തോഷമുള്ളൂ. എനിക്ക് അവർ മനുഷ്യരൊന്നുമല്ല, അവരവരുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുത്തു എന്നുള്ളത് എന്നെ ബാധിക്കുന്ന കാര്യമില്ല. എനിക്ക് അതിലൊന്നും ആധികാരികമായിട്ട് സംസാരിക്കാനോ അറിയില്ല, മറ്റേ എതിര് പറയാനോ അറിയില്ല, അനുകൂലിച്ച് പറയാനോ അറിയില്ല. അവരുടെ ജീവിതത്തിൽ തീരുമാനം എടുത്തു, അവർ അങ്ങനെ പോകുന്നു. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നില്ല, നിരുത്സാഹപ്പെടുത്താൻ പോകുന്നു. യോജിപ്പില്ല. എനിക്ക് അതിനെ കുറിച്ച് ആൾക്കാരുമായിട്ട് സംസാരിക്കാനറിയില്ല, പറ്റാൻ അറിയില്ല. ഞാൻ ഒരു മനുഷ്യരാണ്, ഞാനവിടെ മനുഷ്യരായിട്ട് കണ്ടുള്ളൂ. അതായത് കൾച്ചറലി ഫോർവേഡ് ചെയ്യാൻ ഒരു കാര്യം ചെയ്യുന്നു വിചാരിച്ചിട്ട് ചെയ്യണതല്ല. അയ്യോ, എനിക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും. എനിക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനൊന്നും അറിയില്ല. അറിയാനിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ സമൂഹത്തിൽ അറിയിക്കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യരായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നുണ്ട്. അവർ ഏതൊക്കെ രീതിയിലുള്ള തീരുമാനങ്ങൾ ഏറ്റെടുത്ത് നോക്കിയിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. ഇവിടെ 5 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ 2 പേരാണ് അവർ. എനിക്ക് അവരോട് എല്ലാവരോടും പെരുമാറുന്ന പോലെ അവരോട് പെരുമാറേണ്ടി വരും, എല്ലാവരും സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കേണ്ടി വരും. അതിൽ ഞാൻ മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തെറ്റും ശരി ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അവരുടെ ഒരു കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിരുത്സാഹപ്പെടുത്തുന്നില്ല. അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ കാരണം വെച്ചാൽ അവരുടെ ജീവിതത്തിലുണ്ടായ കുറെ കാര്യങ്ങൾ അവരുടെ വർഷം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചൊക്കെ ഇവർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കുറെ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരുടെ വർഷം ഇനി ഓപ്പോസിറ്റ് ഇവരുടെ പാരന്റ്സിന്റെ വർഷം എന്താണെന്നുള്ളതും എനിക്കറിയില്ല. ഞാൻ ഇതൊന്നും കേട്ടിട്ടും ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ അവരെ കൂടെ കൂട്ടിയതും പലതും ഹൗസിനകത്തുള്ള. ഇവിടെ ഷാനവാസ് ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഷാനവാസിന്റെ അടിപ്പതറിയത് ഈ പറയുന്ന ആദില നൂറയുമായിട്ടുള്ള ഒരു കോംബോ ഉണ്ടാക്കിയതോടുകൂടി തന്നെയാണ്. അതിനൊരു സംശയവുമില്ല. അത് മാത്രവുമല്ല, ഇതിന്റെ അകത്ത് ഷാനവാസ് ആദില നൂറയുമായിട്ട് ഇരുന്ന് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട്, എന്റെ മകളെങ്ങാണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ ഞാനൊന്നും പറയില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ബിഗ് ബോസ് വീടിന്റെ അകത്ത് വെച്ച് ഈ പറയുന്ന ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ പറയുന്ന ഷാനവാസ് അമ്മയുടെ ഭാഗം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഭാഗം കേട്ടിട്ടില്ല, ആദില നൂറെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഈ പറയുമ്പോൾ അതുമായിട്ടൊരു ബന്ധം വരുന്നില്ല. എല്ലാ നിലപാടുകളും ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഷാനവാസ്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും തെറ്റിദ്ധാരണകളാണ്, മുൻവിധിയോടുകൂടി പല കാര്യങ്ങളെ സമീപിക്കുന്നതാണ് ഈ പറയുന്ന ഷാനവാസിന് പറ്റിയ ഒരു അബദ്ധം. എന്നാൽ ഈ പറയുന്ന ആദിലെ നൂറെ മനസ്സിലാക്കാനായിട്ട് ഈ പറയുന്ന ഷാനവാസിന് പറ്റിയുമില്ല. എന്നാൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ഷാനവാസിനെ എവിടെയും കൊണ്ട് തേച്ചൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഷാനവാസിന്റെ കുറ്റം പറഞ്ഞു നടക്കുകയോ ഒന്നും ചെയ്ത ഒരാളല്ല. എങ്കിൽ പോലും ഈ പറയുന്ന ഷാനവാസ് എപ്പോഴും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അനീഷിനെ തന്നെയായിരുന്നു. അവരുടെ കോംബോ നല്ല രസമായിരുന്നു, പക്ഷെ അത് ഫോളോ ചെയ്തു പോകാനും അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും ഷാനവാസിന് കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. എപ്പോഴും ഷാനവാസ് വിചാരിച്ചിരുന്നത് ഈ പറയുന്ന ആദില നൂറ എന്ന് പറയുന്ന ആ ഒരു ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു സൈഡിലേക്കാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നത്.
അതുകൊണ്ട് തന്നെ അത് വലിയൊരു അടി ഈ പറയുന്ന ഷാനവാസിന് കിട്ടി. അത് വേണ്ടായിരുന്നു എന്ന് ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഷാനവാസിന് അടി കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം ഈ പറയുന്ന ആദില നൂറ കൂട്ടുകെട്ട് തന്നെയാണ്. അവർക്ക് സ്നേഹമില്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചെങ്കിലും സ്നേഹം ഈ പറയുന്ന ഷാനവാസിനോട് ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൊളിച്ചേനെ. ഷാനവാസ് എത്ര സ്നേഹം കൊടുക്കുന്നോ അതിന് ഒരു വാല്യൂവും അവർ തന്നിട്ടില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനിയുമാണ് ഷാനവാസിന്റെ കറക്റ്റ് ഒരു നിലപാട് പറയുന്നത്. അതായത് ഫൈസൽ മലബാർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ പറയുന്ന ഇവരെ ഗ്രഹപ്രവേശനത്തിന് വിളിച്ചല്ലോ വീടിന്റെ, അതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടതാണ്. അപ്പൊ അതിൽ വിളിച്ച സമയത്ത് ഈ പറയുന്ന പുള്ളിക്കാരൻ അവരെ സ്വീകരിച്ചു, കൈയൊക്കെ കൊടുത്ത് വിളിച്ച് ഉള്ളി കയറ്റുന്നു, വീടൊക്കെ കൊണ്ട് കാണിക്കുന്നു, കൊട്ടാരം വീട് കാണിക്കുന്നു. അതിന്റെ ഇടയിൽ നിങ്ങളെ വീട്ടിൽ കയറ്റത്തില്ലെന്നാ പറയണേ എങ്കിൽ ഞങ്ങൾ കൊട്ടാരത്തിൽ കയറ്റുന്നു എന്നുള്ള ഒരു കമന്റുകൾ ഇടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ആയപ്പോഴത്തേന് ഫേസ്ബുക്ക് പേജിന്റെ അകത്ത് ഒരു പോസ്റ്റ് അങ്ങോട്ട് വിടുന്നു. അതായത് ആദില നൂറയും ഞങ്ങൾ ക്ഷണിച്ചിട്ടല്ല വന്നത്, സമൂഹത്തിന്റെ ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു, പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അറിഞ്ഞതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടു. അതിനെക്കുറിച്ച് ഈ പറയുന്ന ഷാനവാസ് പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതൊന്ന് കേട്ടു. ഈ അടുത്ത് ഈ ആദില നൂറ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ധനാഢ്യനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഗൃഹപ്രവേശനം വിളിക്കുകയും പിന്നീട് അങ്ങനെ വിളിച്ചത് തെറ്റായി പോയി പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതുകയും അത് ആദില നൂറയ്ക്ക് വലിയ ഒരു ദുഃഖമാണ് സത്യം പറഞ്ഞാൽ, വിളിച്ചു വരുത്തി അപമാനിക്കുന്നത്. കേരളം മൊത്തം പല ഫീൽഡിലുള്ള ആളുകൾ അതിനെതിരെ പ്രതികരിക്കുന്നൊക്കെ. ഷാനവാസ് സമാനമായ സംഭവം അറിഞ്ഞിരുന്നു. എന്താണ് പ്രതികരണം? ഞാൻ നിയറസ്റ്റ് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അങ്ങോട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഷാസിന്റെ ലോഞ്ചിങ് ഉണ്ട്. അതിന് അപ്പോഴാണ് ഞാൻ അതിഥിയാണ്. അത് ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു കുറച്ച് പേരുണ്ട് ബിഗ് ബോസില്. അപ്പൊ അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇപ്പൊ ചിലപ്പോ ഇവരെ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടോ, ഡയറക്റ്റ് ഇവർ വന്നിട്ടുണ്ടോ അറിഞ്ഞോ എന്തോന്ന് വല്ല ചിലപ്പോൾ കോർഡിനേറ്റേഴ്സോ അവരുടെ മാനേജേഴ്സോ ആരെങ്കിലും ആയിരിക്കും ഗസ്റ്റുകൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതും ഇതാക്കിയതും അങ്ങനെയൊക്കെ ആയിരിക്കും. സമൂഹത്തിന്റെ ഇടയിൽ എന്തെങ്കിലും പല അഭിപ്രായങ്ങൾ വന്നപ്പോ ആള് ആ ഒരു സമയത്ത് പോസ്റ്റ് ഇട്ടതായിരിക്കാം. പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇതിന്റെ റിയാക്ഷൻസ് ഒക്കെ വന്നപ്പോഴായിരിക്കും അത് എടുത്തത്. എന്തായാലും ഞാനൊരു അഭിപ്രായം പറയാം, പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു. ഒന്ന്, ഇട്ട സ്ഥിതിക്ക് അത് പിൻവലിച്ച് ഓടാനും പാടില്ലായിരുന്നു. ഇട്ട സ്ഥിതിക്ക് അത് പിൻവലിച്ച് ഓടാനും ആ സ്റ്റാൻഡിൽ നിൽക്കണമായിരുന്നു. അത് നമ്മൾ ഒരു തോറ്റ് പിൻവാങ്ങുന്ന പോലെയാണ് ഇതൊക്കെ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ആദ്യത്തെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു. ആരെങ്കിലും പലരും പല വഴിക്കും പലതും പറയും. നമ്മുടെ അതിലൊരു ഉറച്ച തീരുമാനത്തിൽ നമ്മൾ അതിഥികളാണ്. ആ അതിഥികളായിട്ട് വന്ന് അത് ആരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏതോ തീരുമാനങ്ങൾ എടുത്ത ആൾക്കാരായിക്കോട്ടെ, പക്ഷെ അവർ നമ്മുടെ വീട്ടിലോട്ട് ആര് ക്ഷണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ടും അതിഥികളാണ്. അതിഥികളെ അപമാനിക്കുന്ന വിധം ചെയ്യുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ചെയ്തതായിട്ട് അത് കേട്ടപ്പോ ഒരുപാട് വിഷമമായി. കാരണം നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന പിള്ളേരാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഓരോ സംഭവങ്ങൾ. ആ സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ വിട്ടു. ഇവിടെ ഷാനവാസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അവിടെ ഈ ഫൈസൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ചെയ്തത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. പുള്ളിക്കാരൻ ആ പോസ്റ്റ് ഇടുകയും അത് പിൻവലിക്കുകയും ചെയ്തു. സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്ത പോലെ അങ്ങനെ ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ അത് കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ വെളുപ്പിക്കാനായിട്ട് അടുത്തൊരു പോസ്റ്റുമായിട്ട് എത്തുന്നു. അത് ചെയ്തത് ഒരിക്കലും ശരിയല്ല. കാരണം വിളിച്ചു വരുത്തിയിട്ട് ആ പിള്ളേരോട് ചെയ്തത് ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്, ഇവര് ബിഗ് ബോസ് വീടിന്റെ അകത്തും ഇവർ പൊതുസമൂഹത്തിനും കൊടുക്കുന്ന ഒരു കാര്യത്തോട് നമുക്ക് യോജിപ്പില്ല. എങ്കിൽ പോലും ഈ പറഞ്ഞ ഈ ഫൈസൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ചെയ്ത ആ ഒരു പ്രവൃത്തിയെ നമ്മൾ അനുകൂലിക്കുന്നില്ല. അത് നമ്മൾ എപ്പോഴും എതിർക്കുക തന്നെ ചെയ്യും. കാരണം അവർ വിളിച്ചിട്ടാണ് ആ പിള്ളേർ അവിടെ ചെന്നത്, ഒരിക്കലും വലിഞ്ഞു കയറി ചെന്നതല്ല. അതുകൊണ്ട് തന്നെ ഓക്കെ. ഇനിയും ഈ പറയുന്ന ഷാനവാസ് പറയുന്ന ബാക്കി കാര്യങ്ങൾ ഇനിയുള്ള ലൈഫിൽ ഇതെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കാനല്ല, നമുക്കൊരു പുതിയ കുറെ കാര്യങ്ങൾ ചിന്തിക്കാം. എന്താ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഷാനവാസിനെ അവിടെ നടന്നത്? എല്ലാം അവര് ഞാൻ കാണുന്ന കാഴ്ചപ്പാടല്ല അവരെന്നെ തിരിച്ചു കണ്ടിരുന്നത് എന്ന് പലരും എന്നോട് പറഞ്ഞു. ചില വീഡിയോ ഞാൻ ഇറങ്ങിയിട്ടും ബിഗ് ബോസ് എപ്പിസോഡ് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഒരു എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്തോ ഒരു കാണാനൊരു വിഷമം പോലെ മൊത്തത്തില് കാണണമെന്നുണ്ട് എനിക്ക്. കാണണം. പക്ഷെ ആദ്യം തന്നെ ഇറങ്ങി വന്നപ്പോ കുറെ കാര്യങ്ങൾ കേട്ടപ്പോ കുറെ വിഷമങ്ങളും പിന്നെ സന്തോഷവും ഉണ്ട് കുറെ. അപ്പൊ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ റീൽസ് മാത്രമാണ് ഞാൻ കണ്ടത്. ഇറങ്ങുമ്പോ എനിക്ക് അത് മതി എന്ന് ഞാൻ വിചാരിച്ചു. കേൾക്കുമ്പോ ഇറങ്ങിയപ്പോ തന്നെ അങ്ങനെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ ഇക്കാനോട് മോശമായിട്ട് അവർ പെരുമാറി, അതാണ് ഇതാണ്, അവർ കാരണമാണ് ഇക്ക വിന്നർ ആകാതിരുന്നത്, അവരെ സപ്പോർട്ട് ചെയ്തത്, ഇങ്ങനെ ഒരുപാട്. ഇവിടെ ഷാനവാസ് പറയുന്നത് കേട്ടോ, ഈ ആദില നൂറയും കാരണമാണ് ഷാനവാസ് നെഗറ്റീവ് ആയതെന്നും ഭിന്നാകാതിരുന്നത് എന്നും പറഞ്ഞിരുന്നു എന്ന് ഈ ഷാനവാസ് പറയുന്നത്. അങ്ങനെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ഒരു സംഭവം ഈ പറയുന്ന ഷാനവാസിന്റെ ഫാൻസ് പറഞ്ഞിരുന്നു വെളിയിലിറങ്ങിയപ്പോൾ. അതൊക്കെ പുള്ളിക്കാരനും വല്ലാണ്ട് ഫീലിംഗ് ഉണ്ടാക്കി. കാരണം പുള്ളിയുടെ ഉദ്ദേശം എന്തായിരുന്നു? അവരെ ചേർത്ത് പിടിക്കുക, അവരോടുള്ള ഒരു സ്നേഹം ആയിരുന്നു. എങ്കിൽ ഇവര് മാറി തിരിഞ്ഞു വരുന്ന ഈ ഷാനവാസിനിട്ട് നല്ല പണിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്, അല്ലേ? ഓക്കെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ്സ് ഇങ്ങനെ വന്നപ്പോ
എനിക്ക് ഒരുപാട് വിഷമമായി. പിന്നെ ഞാൻ എപ്പിസോഡ് കാണാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനോ ഞാൻ നിന്നില്ല. എനിക്ക് ഞങ്ങളുടെ കുറെ തമാശ, എന്റെ അനീഷിന്റെ കുറെ തമാശകൾ, സാബുമാനുമായിട്ടുള്ള കുറെ തമാശകൾ, നൂറായിട്ടുള്ള കുറെ തമാശകൾ, അങ്ങനെ കുറെ തമാശകളുടെ കുറെ ഒരു കോമ്പോയുടെ കുറെ നല്ല നല്ല റീൽസും ഷോർട്സും അത് മാത്രം കാണാൻ ശ്രമിച്ചു. അതുകൊണ്ട് എന്റെ മനസ്സ് ഭയങ്കര കൂളായി, പോസിറ്റീവായി. ഇനിയുമാണ് അനീഷിനെ കുറിച്ച് പറയുന്നത്. അത് ഒന്ന് കേട്ടു നോക്കൂ. അനീഷിനെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും. അനീഷ് തന്നെയായിരുന്നു വിന്നർ ആകേണ്ടിയിരുന്നത്. അനുമോളെ കാട്ടിലും എന്താ പറയാ യോഗ്യതയുള്ളതും ഈ പറയുന്ന അനീഷിന് തന്നെ ആയിരുന്നു എന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അനീഷ് ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ വലിയ മാറ്റമാണ്, വലിയൊരു വിജയമാണ് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഷോയില്. അപ്പൊ പക്ഷെ കുറെ പേർക്ക് അനീഷ് വിന്നർ ആവണമെന്നുണ്ടായിരുന്നു. അനീഷ് ആയിരുന്നു യഥാർത്ഥ വിജയി. എന്നിട്ട് അനീഷിന് 10 ലക്ഷം രൂപയോളം ഡോക്ടർ റോയ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരാൻ അത്രയും ജനപ്രീതി സമ്പാദിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അനീഷ് വിന്നർ ആവണമായിരുന്നു. അനീഷ് വിന്നർ ആയ കുറച്ചും കൂടി ഈ സീസൺ പകിട്ട് കൂടുമായിരുന്നു. അടുത്ത സുഹൃത്താണല്ലോ. അതെ, അനീഷ് വിന്നർ ആവും എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഓക്കെ. കാരണം അനീഷ് പിടിച്ച അത്ര ഒരു ഗെയിം അനുമോള് പിടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നമുക്കും തോന്നിയിട്ടില്ല. ഷാനവാസ് പറഞ്ഞ ശരിയാണ്. അനീഷ് പിടിച്ചത്ര ഒരു ഗെയിം ഈ പറയുന്ന അനുമോള് പിടിച്ചിട്ടൊന്നുമില്ല. അനുമോക്ക് എന്തായിരുന്നു മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറി ഇടപെടുക, അവരെ വ്യക്തിഗത ചെയ്യുക, അവരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ചെയ്തിട്ട് അവിടുന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടുമ്പോൾ പോയി മോങ്ങുക. ഇതായിരുന്നു അനുമോട് ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിൽ അനീഷ് അങ്ങനെയല്ലായിരുന്നു. അനീഷിന്റെ ഒരു ഗെയിം വേറെ രീതിയിലായിരുന്നു. അതാണ് ഇവിടെ ഷാനവാസ് പറയുന്നത്. അത്രയൊന്നും ഈ പറയുന്ന അനുമോൾ ചെയ്തിട്ടില്ല എന്നാണ് ഈ പറയുന്ന ഷാനവാസ് പറയുന്നത്. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് ആ അനുമോൾ ജയിക്കാനുള്ള കാരണമായിട്ട് ഷാനവാസ് പറയുന്നത് പിന്നെ റീ എൻട്രി ആയിട്ട് റീയൂണിയനിൽ വന്ന ആൾക്കാർ ചെയ്ത ആ ഒരു ഇതുകൊണ്ടായിരിക്കാം എന്നൊരു കാര്യം പറയുന്നുണ്ടെങ്കിലും അവിടെയും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PR-കളുടെ വോട്ട് മറിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ട്. തോന്നുന്നു അനുമോൾക്ക് ഒരു ഈ റീ എൻട്രി ഉണ്ടായിരുന്നു. നമ്മൾ ഔട്ടായി റീ എൻട്രി ഉണ്ടായിരുന്നു. ഈ റീ എൻട്രിക്ക് ശേഷം അവളെ ഒറ്റപ്പെടുത്തി അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ കണ്ടിട്ടുള്ളത്. ആ സമയത്ത് ആ കുട്ടിയോട് ജനങ്ങൾക്ക് ഒരു സിമ്പതി തോന്നിയതിന്റെ ഭാഗമായിരിക്കാം ആ കുട്ടിക്ക് ഇത്രയും വോട്ടുകൾ കയറിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അനീഷ് ആയിരുന്നു വിന്നർ ആവേണ്ടത്. ഞാൻ വിചാരിച്ചിരുന്നത് എന്റെയും അനീഷിന്റെയും കൈപിടിച്ച് ലാലേട്ടൻ കൊണ്ടുപോകുന്നത് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അനുമോളുടെ കാരണം നമുക്ക് ആ സമയത്ത് അങ്ങനെയല്ല ചിന്തിക്കാൻ പറ്റുള്ളൂ. ആ പുറത്തെന്താ നടക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. ജനങ്ങൾ ഏതാണ് കയ്യിലെടുക്കുന്നത്. പക്ഷെ അനുമോളുടെ കുറെ കാര്യങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ളത് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അപ്പം കുറെ ആൾക്കാർ അത് സത്യം പറയുക ശരിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഏത് അനുമോൾ വിന്നറായി അല്ലെങ്കിൽ അനുമോളിന്റെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അനീഷിനേക്കാളും ഷാനവാസിനേക്കാളും എന്നുള്ളത് പേഴ്സണലി ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ അനീഷിലേറെ ആൾക്കാർ ഹൃദയത്തിൽ അനുമോളെ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ വിൻ ചെയ്യാൻ അർഹത എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. അനീഷിനേക്കാൾ കൂടുതലും ഈ പറയുന്ന അനുമോളെ ഏറ്റെടുത്തു പ്രേക്ഷകര് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ഷാനവാസ് പറയുന്നത്. സത്യമാണ്. പക്ഷെ അനുമോൾ പോകുന്ന സ്ഥലത്തല്ല ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തി എപ്പോഴും ഈ പറയുന്ന മീഡിയക്കാരുടെ വീഡിയോയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് നിർത്തുകയാണ്. അങ്ങനെ ഒരു PR ബലത്തിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ സ്വയം ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ ഷാനവാസിനെ പോലെയുള്ള മറ്റെല്ലാവരും പറയുന്നു അനീഷ് ഉണ്ടാക്കിയ അത്രയുമുള്ള ഒരു ഇമ്പാക്ട് ഈ പറയുന്ന അനുമോക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അനുമോടെ ആ ഒരു മോശം സ്വഭാവമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്ത ഓരോ കാര്യമാണ്. പിന്നെ PR എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുമ്പോഴും അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ തന്നെ അത് പോത്തുള്ളൂ എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ബാക്കി എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. അത് ഏതൊക്കെ വോട്ടിംഗ് ഉണ്ട്, അത് ഏതൊക്കെ രീതിയിലാണ് അതിന്റെ ഇത് കിടക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനീഷിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഭയങ്കര ഗൗരവക്കാരനായ, ഭയങ്കര ദേശക്കാരനൊക്കെ ആയിരുന്ന ആളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു മാറ്റം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ചിരിക്കുകയും കളിക്കൊക്കെ ചെയ്യുന്നവർക്ക് ആ മാറ്റം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കണ്ടസ്റ്റൻസിനെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഹൗസ് മേറ്റ്സിനെ തന്നെ. അപ്പം പുറത്തുള്ള ആൾക്കാർ എനിക്കും തന്നെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന്റെ ആ ഒരു മൊരടൻ സ്വഭാവത്തിൽ നല്ലൊരു മാറ്റം. അത് ആളുടെ സ്ട്രാറ്റജി ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ശരിക്കും വന്നൊരു മാറ്റമായിരിക്കാം. ചിലപ്പോൾ ജീവിതത്തിലും ചിലപ്പോൾ അയാൾ അനുഭവിച്ച കുറെ ട്രോമകളുണ്ട്. അതിൽ നിന്നും വന്നിട്ട് അതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചതാവാം. എന്നാലും എന്നോട് ചോദ്യം ചോദിച്ചിരുന്നു ഷാനവാസിന് എന്നെ എത്ര ശതമാനം വിശ്വാസമുണ്ട്. ഞാൻ അതിനകത്തുനിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു 60%. അതിനകത്തുനിന്ന് അനീഷിനോട് പറഞ്ഞു, അനീഷിനോട് ചോദിച്ചു എത്ര ശതമാനം എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. 100% ഇല്ല, 40%. 40% എനിക്ക് കുറെ ക്വസ്റ്റ്യന്മാർക്ക് ഉണ്ട് സംശയത്തിന്. അത് ഞാൻ ചോദിക്കുന്നില്ല, ചോദിച്ച് ഞാൻ ഇതിനകത്ത് ഞാൻ ബുദ്ധിമുട്ടുന്നില്ല. 1-2 കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാം, അതല്ലാതെ ഞാൻ കുറെ ചോദിക്കുന്നത് പുറത്തിറങ്ങിയിട്ട് ഞാൻ ചോദിച്ചോളാം
എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അയാളുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ പറയുന്നതിൽ കുറെ കള്ളണ്ടോ, വെറുതെ പറയുന്നതാണോ, അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണോ, അങ്ങനെ കുറെ സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിന്റെ ഭാഷ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ അനീഷിന്റെ തൃശ്ശൂരിലെ വീട്ടിലേക്ക് ആ. ഷാനവാസ് വരുന്ന ഒരു റീല് വന്നു വിചാരിക്കുക, അന്ന് ഇൻസ്റ്റാഗ്രാം മുമ്പ് ചത്തുവരിക്കും. എല്ലാരും ചോദിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. അനീഷിന്റെ വീട്ടിൽ പോയി എന്നാ പോകുന്നത്. എന്തായാലും ഇവിടെ ഷാനവാസിന്റെ വ്യക്തമായിട്ടുള്ള നിലപാടുകളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഷാനവാസിന്റെ ആ ഇന്റർവ്യൂ കാണാനായിട്ടുള്ള ഒരു വെയിറ്റിംഗിലായിരുന്നു, ഞാൻ കണ്ടു തീർത്തു. ഷാനവാസ് വളരെ വ്യക്തമായിട്ട് ആദിലും നൂറയുമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് പറയുന്നു. അനീഷ് തന്നെ ആയിരുന്നു വിന്നർ ആകേണ്ടത് എന്നുള്ള കാര്യം പറയുന്നു. അനുമോളെക്കാട്ടിലും ഈ പറയുന്ന കണ്ടന്റ് കൊടുത്തതും അനുമോളെക്കാട്ടിലും എന്താ പറയുക പ്രേക്ഷക പിന്തുണ കിട്ടിയിട്ടുള്ളതും അനീഷിന് തന്നെയായിരുന്നു. അനീഷിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അനുമോയുടെ ആ ഗ്രാഫ് താഴെ തന്നെയാണ്. പിന്നെ റീ എൻട്രികൾ വന്ന സമയത്ത് അനുമോക്ക് കുറച്ച് സഹതാപ വോട്ട് കിട്ടിയിട്ടുണ്ടാകാം. എങ്കിൽ പോലും വോട്ടുകൾ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നും ഈ പറയുന്ന ഷാനവാസ് പറയുന്നുണ്ട്. അതായത് ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു കോംബോ ആയിക്കോട്ടെ, ഇവർക്ക് രണ്ടുപേർക്കും വന്നു കയറിയ ഗസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഹിംസ, അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന റിയാസ് വന്ന് ഈ അനീഷിനെയും ഷാനവാസിനെയും ടാർഗറ്റ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ കൊടുത്ത പല കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. അത് മാത്രമല്ല അനീഷിനെ കൂട്ടം കൂടി ആക്രമിച്ചത് ഈ ഷാനവാസ് പോലും പലപ്പോഴായിട്ട് അനീഷിനെ ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും പുറത്ത് എന്താ പറയാ കാണാതെ അനുമോടെ ആ കരച്ചിൽ നാടകം മാത്രമാണ് എല്ലാവരും കണ്ടത്. ഈ പറയുന്ന അനുമോക്ക് അവസാനം കിട്ടിയ ആ ഒരു അടി പോലും ശൈത്യ, അതോടൊപ്പം തന്നെ ബിൻസി, അപ്പാനിയൊക്കെ വന്ന് ചോദിച്ചത് പോലും അവർക്കെതിരെ ഈ പറയുന്ന അനുമോൾ ഉന്നയിച്ച കാര്യങ്ങളാണ് അവർ വന്ന് ചോദിച്ചത്. ആ ചോദിച്ചപ്പോൾ അതിനെ വരെ PR എന്താ പറയുക അനുമോടെ സഹതാപത്തിലേക്ക് ഇട്ടുകൊടുത്ത് അനുമോക്ക് ഒരു സഹതാപം ഉണ്ടാക്കി തരംഗം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള കാര്യം സത്യമാണ്. വീഡിയോ കാണുന്ന പല പ്രേക്ഷകരും എന്താണ് ഈ പറയുന്ന ലൈവ് മൊത്തം കാണുന്നവരല്ല, അതോടൊപ്പം തന്നെ എപ്പിസോഡ് കാണുന്നവരല്ല. പല PR ഉണ്ടാക്കി വിടുന്ന പല വീഡിയോകളും അനുമോളെ വെളുപ്പിക്കുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് പലരും വോട്ട് ചെയ്തിരിക്കുന്നത്. ആ വോട്ടുകൾ മാത്രമല്ലാതെ വോട്ട് മറിക്കൽ കൂടി നടന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഓരോ മത്സരാർത്ഥികളും വന്ന് ഓരോ ഇന്റർവ്യൂ കൊടുക്കുന്നത്. അനുമോൾ എന്തുകൊണ്ട് ഇന്റർവ്യൂ കൊടുക്കുന്നില്ല? കൊടുത്താൽ ആ ചോദ്യത്തിനൊക്കെ അനുമോൾ മറുപടി പറയേണ്ടി വരും. ആ മറുപടി പറയുമ്പോൾ ഈ അനുമോൾക്ക് അത് നെഗറ്റീവ് ആകും. ഒരു വിന്നർ എന്ന നിലയിൽ വെളിയിൽ വന്നിട്ട് ഇത്രമാത്രം നെഗറ്റീവ് എന്തുകൊണ്ട് അനുമോൾക്ക് കിട്ടുന്നു എന്നുള്ളത് പ്രേക്ഷകരെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അനുമോൾ ഒരു ലൈവിൽ വന്നു കഴിഞ്ഞാൽ വരുന്ന നെഗറ്റീവ് കമന്റുകൾ, അനീഷ് ഒരു ലൈവിൽ വന്നു കഴിഞ്ഞാൽ വരുന്ന പോസിറ്റീവ് കമന്റുകൾ, ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് യഥാർത്ഥ വിജയ് എന്നുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.